11ാം ക്ലാസ്സിലെ സയൻസ് സ്ട്രീം എടുക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുന്നു, മാത്സ് എടുക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? മാത്സ് ഇല്ലാത്തത് കാരണം ഫ്യൂച്ചറിൽ അബദ്ധം പറ്റുമോ? ഈ ഡൗട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇതിന് വൺ ലൈനിൽ ഒരു ആൻസർ തരാൻ പറ്റില്ല. ഇതിന് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കണം. ആ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോ എടുക്കണമോ എന്ന കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. നമുക്ക് ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് എടുത്തിട്ട് ബയോളജി അവോയ്ഡ് ചെയ്യാം, അല്ല എങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തിട്ട് മാത്തിനെ അവോയ്ഡ് ചെയ്യാം. അപ്പം നമുക്ക് ഫോർത്ത് സബ്ജക്റ്റ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് എടുത്ത് മുമ്പോട്ട് പോവാം. ഇനി എല്ലാം എടുക്കണമെന്ന് വിചാരിച്ചാൽ PCMB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോളജിയും എടുക്കാം. ഇവിടെ നമ്മൾ മാത്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സാധാരണ മാത്സ് അവോയ്ഡ് ചെയ്ത് ചിന്തിക്കുന്നവർ ഡോക്ടർ ആകാൻ ശ്രമിക്കുന്നവരാണ്. അതായത് നീറ്റ് പരീക്ഷ എഴുതി മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് മാത്സ് അവോയ്ഡ് ചെയ്തിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അവർ മോസ്റ്റ്ലി എടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി, അങ്ങനെ എന്താണോ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള വിഷയം അതായിരിക്കും അവർ എടുക്കുക. ഇവിടെ നിങ്ങൾ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുള്ളത് എവിടെയാണെന്നറിയോ? നീറ്റിന് നമ്പർ ഓഫ് സീറ്റ്സ് നിങ്ങൾക്ക് അറിയാം എത്ര കുറവാണെന്നുള്ളതും എത്രമാത്രം കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളതും. അധികപക്ഷം ആൾക്കാരും MBBS എടുക്കാൻ വേണ്ടിയിട്ടാണ് നീറ്റ് എന്ന പരീക്ഷ എഴുതുന്നത്. കാലക്കേടിന് നിങ്ങൾക്ക് സ്കോർ ഹൈ ആയി നീറ്റ് ക്ലിയർ ചെയ്ത് MBBSന്റെ സീറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. ആ സമയത്താണ് കുട്ടികൾ മറ്റു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. അതുവരെ ഒരു പ്ലാൻ ബി അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. നന്നായിട്ട് പഠിക്കണ കുട്ടികളായിരിക്കും, പക്ഷെ അവരൊരു പ്ലാൻ ബി മനസ്സിൽ കണ്ടതേയില്ല. അപ്പം ആ സമയത്ത് പ്ലാൻ ബി ചിന്തിക്കുമ്പോൾ, അതായത് നീറ്റ് വിചാരിച്ച മാർക്കിലേക്ക് വരുന്നില്ല, അപ്പോൾ വേറൊരു പ്ലാൻ ബി അവർ ആലോചിക്കണം. ആ സമയത്താണ്, അവസാനമാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരാരും തന്നെ ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ ഈ പാരാമെഡിക്കൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സെക്ടർ ഓഫ് കോഴ്സുകളിലേക്ക് പോകാൻ വില്ലിങ്ങോ ആവുന്നില്ല. കാരണം ഞങ്ങളുടെ ആഗ്രഹം ഏറ്റവും മുകളിലുള്ള MBBSലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ ആകാനുള്ള മറ്റൊരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ ആയുർവേദ, ഹോമിയോപ്പതി, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനവും കിട്ടില്ല. പിന്നെ ഇനി അതിലേക്ക് താഴാൻ ഞങ്ങൾ വില്ലിങ് അല്ല. സോ അതർ കോഴ്സസ്. ഈ അതർ കോഴ്സസ് തപ്പിപ്പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും മാത്സ് ഇല്ലാത്തതുകൊണ്ട് അക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഫിസിക്സിൽ ഫർദർ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പഠിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ 11th ഉം 12th ലും മാത്സ് എടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അവിടെ അനുഭവിക്കും. ഇനി വേറെ ചില സ്ഥാപനങ്ങളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ ഐസർ പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാത്സ് പഠിച്ചിട്ടില്ല എങ്കിലും നമ്മൾ എലിജിബിൾ ആണ് അഡ്മിഷന്. നമുക്കൊരു പക്ഷേ നല്ല മാർക്കോടുകൂടി അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അതെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളോ അല്ല എങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അല്ലാത്ത UG മാത്രമുള്ള പ്രോഗ്രാമുകളോ ആയിരിക്കും നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ലൈഫ് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. പക്ഷേ ഈ പ്രോഗ്രാമുകളെല്ലാം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറിലുള്ള പ്രോഗ്രാമുകൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചു പോയില്ല എങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. എഗെയിൻ ഓർക്കുക, എലിജിബിലിറ്റി വൈസ് യു ആർ ഓക്കെ. പ്രോബ്ലം എവിടെയാണ് കിടക്കുന്നത്? നമ്മളിത് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല കോൺസെപ്റ്റും അറിയില്ല. നമ്മളപ്പോൾ ആലോചിക്കും, അയ്യോ ഇതൊന്നും നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനമല്ലോ, ഇത് പുതിയതാണല്ലോ എന്ന്. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കാൽക്കുലസ്, ഇതൊക്കെ പോലെയുള്ള പോർഷൻസ് 10ാം ക്ലാസ് വരെ നിങ്ങൾ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഇതൊക്കെ 11th and 12th ക്ലാസ്സുകളിലേക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ നിങ്ങൾ തൊട്ടിട്ടേ ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഈ അണ്ടർ ഗ്രാജുവേഷന് വരുമ്പം നിങ്ങളൊന്ന് ഞെട്ടും. ആ ഞെട്ടലിൽ നിന്ന് എല്ലാവരും ആ ഞെട്ടി അവിടെ ഇരുന്ന് പോകുന്നു ഞാൻ പറയില്ല. കുറേ പേര് അത് കഷ്ടപ്പെട്ട് പഠിച്ചങ്ങ് ക്രോസ് ചെയ്ത് വരും. കുറേ പേര് അയ്യോ അബദ്ധം പറ്റിയല്ലോ എന്ന് വിചാരിക്കും. ഇനി ചിലയിടത്ത് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ അഡ്മിഷൻ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നത്. അവിടെ നമ്മൾ എടുത്തു പോകുമ്പോൾ മാത്സ് പഠിക്കാത്തത് കൊണ്ട് മാത്രം നമുക്ക് ചില സ്ഥലത്ത് Tier 1ലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാത്തൊരു സിറ്റുവേഷനും വരും. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം. നിങ്ങളെ കൊണ്ട് മാത്സ് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ മാത്സ് സൂപ്പർ ഈസി ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മാത്സും കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ മാത്സും കൂടെ ചേർത്ത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് തീരെ പറ്റണില്ല, മാത്സ് എന്ന വിഷയം വേണ്ട, മാത്സും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി എനിക്ക് കുളമാവും, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ
നിങ്ങൾ മാത്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ 11ലും 12ലെയും ഫിസിക്സ് ഉണ്ടല്ലോ, ഈ ഫിസിക്സ് ടെക്സ്റ്റ് എടുത്ത് തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫിസിക്സ് ആണോ മാത്സ് ആണോ എന്ന് നമുക്ക് തന്നെ തോന്നും. അതുമാതിരി മാത്സിൻ്റെ ആപ്ലിക്കേഷൻ ഫിസിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ മാത്സ് ഞാൻ വെറുതെ പോയി എന്ന് പറഞ്ഞിട്ട് മാത്സിനെ മാത്രം ഡ്രോപ്പ് ചെയ്തിട്ട് PCB എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കണക്കിനോട് ഗുഡ് ബൈ ഒന്നും നിങ്ങളവിടെ പറഞ്ഞിട്ടില്ല. ഫിസിക്സിലാണ് എങ്കിലും മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഒരുപാട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൂപ്പർ ഹാർഡാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങളെപ്പോലത്തുള്ള പിള്ളേർ തന്നെയല്ലേ ഈ പരീക്ഷയൊക്കെ പഠിച്ചതും ഇതിനു മുമ്പ് നല്ല മാർക്ക് വെച്ച് പാസ്സായത്. അവർക്കെന്താ കൊമ്പുണ്ടായിരുന്നു? ഇല്ലല്ലോ, അവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു. അതുപോലെ നിങ്ങളും നല്ലോണം എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാൻ വില്ലിങ് ആണ് എങ്കിൽ നിങ്ങളെ കൊണ്ടത് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ 10ാം ക്ലാസ്സിലെ മാത്സ് എടുത്താൽ പൊങ്ങുന്നില്ല എന്നാണ് എങ്കിൽ നിങ്ങൾ എടുക്കരുത്. പാരൻസ് ആണ് ഇത് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കുട്ടിയെ, നിങ്ങളെ കുട്ടീനെ കൊണ്ട് അത് എടുത്താൽ അതിനെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയൂലേ? ആലോചിച്ച് നോക്ക്. പറ്റുമെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കുക, പറ്റില്ലെങ്കിൽ നിർബന്ധിക്കരുതേ. കാരണം ബാക്കിയുള്ള വിഷയങ്ങൾ കൂടെ കുളമാകും ഈ ഒരു സാധനം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ. കാര്യം ക്ലിയർ ആയല്ലോ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റുകളായി ഇടുക. അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് സ്ട്രീം സെലക്ഷൻ്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടെ കാണട്ടെ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട്, അതായത് ഈ കാര്യങ്ങളിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവരവരുടെ തീരുമാനങ്ങൾ എടുക്കട്ടെ. ഗുഡ് ലക്ക്.